നമസ്കാരം. മറുനാടൻ മലയാളി ഇലക്ഷൻ സർവേ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 140 മണ്ഡലങ്ങളിലും മറുനാടൻ മലയാളിയുടെ ജേർണലിസ്റ്റുകൾ നേരിട്ട് നടത്തിയ സർവേയിലെ അനുബന്ധ ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗത്തിലെ പ്രതികരണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഒന്നാം ഭാഗത്തിൽ വിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും NDAയുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു. അതുപോലെ നിങ്ങളുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരം കൃത്യമായി ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഉപചോദ്യങ്ങളുടെ ആദ്യ ഭാഗത്തിൽ നമുക്ക് കിട്ടിയ സർവേ ഫലം. ഇനിയും രണ്ടാമത്തേതും അവസാനത്തേതുമായ ഭാഗമാണ് ഈ ഉപചോദ്യങ്ങളുടെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇനി കേരളത്തെ നയിക്കേണ്ടത് ആര് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അനുബന്ധ ക്വസ്റ്റ്യൻ 10 എണ്ണമായിരുന്നു. അതിൽ ആദ്യത്തെ 5 എണ്ണത്തിൻ്റെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അടുത്ത 5 എണ്ണത്തിൻ്റെയാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. എന്താണ് നമ്മുടെ വോട്ടർമാർ എങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം അത് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകണം. പിണറായി വിജയന് തുടർഭരണം കിട്ടും കിട്ടില്ല എന്നുള്ള സർവേകൾ നിരവധി വരുന്ന സമയത്താണ് മറുനാടൻ സർവേയുടെ അനുബന്ധ ചോദ്യങ്ങളുടെ ഉത്തരം വന്നത്. അന്ന് ഏറ്റവും ജനപ്രിയനായുള്ള നേതാവ് പിണറായി വിജയനായിരുന്നു എന്നാണ് ആ സർവേയിൽ തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ ഒറ്റ ഗ്ലാമറിലാണ്, പിണറായി തരംഗത്തിലാണെന്ന് ഭരണം പിടിച്ചത് എന്നുള്ളതായിരുന്നു അന്ന് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഈ 2026 5 വർഷത്തിനു ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പിണറായി വിരുദ്ധ വികാരം കൂടിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അത്തരം ഒരു റെസ്പോൺസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് പേർക്ക് പ്രതികരിക്കണമെന്നുണ്ട്. അവരപ്പോൾ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ക്യാമറയുടെയും മൈക്കും മാറ്റി പിടിച്ചാൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാം. ക്യാമറയുടെയും മൈക്കിന് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ ആർക്കും താല്പര്യമില്ല. കാരണം തങ്ങൾ നാളെ ഒരു കള്ളക്കേസ് കൊടുക്കപ്പെട്ടേക്കാം. ഇനി ഇൻ കേസ് ഈ പറയുന്ന പിണറായി 3 വരുന്നതെങ്കിൽ ഞങ്ങളെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഞങ്ങളുടെയൊക്കെ വീടാക്രമിച്ച് ഞങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പോലും മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ മടിക്കില്ല എന്നൊരു പേടി കൂടി അവർ നമുക്ക് പങ്കുവച്ചു. ഒരു നിമിഷം അന്നേരം ഞങ്ങൾ ബംഗാളിനെ കുറിച്ച് ഓർത്തുപോയി. ഇതേ അവസ്ഥയിലായിരുന്നു ബംഗാളിൽ 25 വർഷം 1/4 നൂറ്റാണ്ട് തുടർഭരണം നടത്തിയ ബംഗാൾ കുട്ടിച്ചോറാക്കിയ CPMൻ്റെ ആ ഒരു കഥ ഓർമ്മ വന്നു. അപ്പോൾ പ്രതികരണം ജനങ്ങൾ നേരിട്ടാണ് നടത്തിയത്. അത് മുഖാമുഖം ഞങ്ങളോടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്, CPMൻ്റെ അനുഭാവികൾ, കടുത്ത അനുഭാവികൾ, CPM പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ വരെ ഇനിയൊരു തുടർഭരണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഇനിയൊരു തുടർഭരണം വന്നാൽ അതോടുകൂടി ഈ പാർട്ടി ഇല്ലാതാകും. പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാം എന്നുള്ളതല്ലാതെ CPMന് പ്രത്യേകിച്ച് അതുകൊണ്ട് നേട്ടവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ശക്തമായ പൊതുജന വികാരമുണ്ട്. അത് പിണറായിക്കെതിരെയുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ക്യാപ്റ്റൻ പിണറായിയാണ് നയിച്ചതെങ്കിൽ ഇക്കുറി ക്യാപ്റ്റനെ മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ CPMന് അല്ലെങ്കിൽ LDFന് ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള സർവേ ഫലങ്ങളാണ് നമ്മൾ വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ ഇത്തവണ നമ്മൾ നടത്തിയ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവ് ആരാണ്? നമ്മുടെ അനുബന്ധ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉപചോദ്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവ് ആരാണ് എന്നുള്ളതാണ്. 2021 അതിന് ഒറ്റ ഉത്തരമേ ഉള്ളായിരുന്നു, അത് പിണറായി വിജയനായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി. ഇപ്പോൾ നമ്മുടെ സർവേ പ്രകാരം 5 വർഷം കഴിഞ്ഞ് വീണ്ടും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. VD സതീശൻ കഴിഞ്ഞ സർവേകളിൽ 20% മാത്രമായിരുന്നു ജനപിന്തുണ VD സതീശനെങ്കിൽ ഇപ്പോൾ അത് 35%ത്തിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. അപ്പോൾ പിണറായിയുടെ ഗ്രാഫ് താഴേക്ക് പോയി. 23% മാത്രമാണ് പിണറായിയുടെ പിന്തുണ. ഇടത് അനുഭാവികൾ പോലും പിണറായി മാറണമെന്ന് വളരെയധികം ചിന്തിക്കുന്നു. എന്നാൽ പിണറായിക്ക് ആരെ പകരം വയ്ക്കും? അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ CPMൽ നിന്ന് അല്ലെങ്കിൽ LDFൽ നിന്ന് പിണറായിക്ക് പകരമായി ചർച്ച ചെയ്യപ്പെടുന്ന, സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന KK ശൈലജയുടെ പേര് കൊടുത്തിരുന്നത്. KK ശൈലജയ്ക്ക് 12% വോട്ടാണ് കിട്ടിയത്. പിണറായി വിജയന് കിട്ടിയതിൻ്റെ ഏതാണ്ട്
പകുതി ശതമാനം വോട്ട് മാത്രമാണ് കെ ശൈലജയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും LDFിലെയും CPMലെയും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളില്ല. ഇനി അഥവാ പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരേണ്ട കെ ശൈലജയ്ക്ക് 12% വോട്ട് മാത്രമാണ് കിട്ടുന്നത്. പിന്നെ നമുക്കറിയാം കോൺഗ്രസ്സിൽ, കേരളത്തിലെ കോൺഗ്രസ്സിൽ വളരെ വലിയ തമ്മിലടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇലക്ഷന് ശേഷം മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരം ലഭിച്ചാൽ പിന്നെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള വടംവലിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് രമേശ് ചെന്നിത്തലയുടേതാണ്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒപ്പം KC വേണുഗോപാലിൻ്റെയും പേരുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര ശതമാനം വോട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ മുന്നോട്ട് വെച്ച അനുബന്ധ ചോദ്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 11% ജനപിന്തുണയാണ്. അതായത് കെ ശൈലജയ്ക്കും പിന്നിലാണ്. ഒന്നാമത് VD സതീശൻ 35%, രണ്ടാമത് പിണറായി വിജയൻ 23%, പിന്നീട് കെ ശൈലജ 12%, അതിന് പിന്നിലാണ് രമേശ് ചെന്നിത്തല. അതുപോലെ BJP അനുഭാവികളുടെ പിന്തുണ അറിയുന്നതിന് വേണ്ടി നമ്മൾ 2 നേതാക്കളുടെ പേരാണ് കൊടുത്തത്. ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയും. രണ്ടുപേരും ഏതാണ്ട് വിജയപ്രതീക്ഷ ഉള്ളവരാണ്. മഞ്ചേശ്വരത്ത് ആഞ്ഞുപിടിച്ചാൽ കെ സുരേന്ദ്രൻ ഒരുപക്ഷെ ജയിച്ചേക്കാം. അതുപോലെ തന്നെ നേമത്തെ രാജീവ് ചന്ദ്രശേഖരും വിജയം പ്രതീക്ഷിക്കുന്നയാളാണ്. മഞ്ചേശ്വരത്ത് മറുനാടൻ സർവേയിൽ BJPക്കും UDFനും തുല്യ വോട്ടാണ് കിട്ടിയത്. അവസാനത്തെ ആ ഒരു അടിയൊഴുക്കുകളിൽ, ആ ഒരു തകിടം മറിച്ചിലുകളിലാകും അവിടെ വിജയിയെ നിശ്ചയിക്കാൻ സാധിക്കുക. അതും വളരെ ചുരുങ്ങിയ വോട്ടിലായിരിക്കും എന്നാണ് സർവേ ഫലം തെളിയിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് അവിടെ ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും ശിവൻകുട്ടിയും തമ്മിലാണ് മത്സരം. ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മത്സരത്തിൽ അല്പം മുൻതൂക്കം നിലവിൽ രാജീവ് ചന്ദ്രശേഖർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും ജനപ്രിയ നേതാവ് എന്ന നിലയിൽ 10% വോട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രനാണ് അടുത്തത്. അദ്ദേഹത്തിന് 9% വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നിൽ 9% വോട്ട്. 2 നേതാക്കൾ, അതായത് ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റും BJPയുടെ NDAയുടെ ശക്തമായ മത്സരരംഗത്തുള്ള 2 പേർ, അവർക്ക് 2 പേർക്ക് ഏതാണ്ട് തുല്യ വോട്ടെന്ന് വേണേൽ പറയാം. 10% രാജീവിനും 9% സുരേന്ദ്രനും. 2 പേരുടെയും കൂടെ കൂട്ടി ഒരാൾക്കാണെങ്കിൽ ഇത് 19% ആകുമോ എന്ന് ചോദിച്ചാൽ അത് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. അത് നമുക്കറിയില്ല. പിന്നെ ഇനി അടുത്ത ഒരു ചോദ്യം, ഞങ്ങളുടെ 2ാമത്തെ സെഗ്മെൻറ്റിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം 2020യെക്കുറിച്ചാണ്. കാരണം 2020 NDAയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നുചേർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ NDA മുന്നണിയിലേക്ക്, ആ മുന്നണി അവർ വന്നു ചേർന്നു എന്ന് മാത്രമല്ല, തൊട്ട് പിന്നാലെ അവർ ഞെട്ടിക്കുകയായിരുന്നു. അതായത് DCC വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട DCC വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള, മുൻ അടൂർ നഗരസഭാ ചെയർമാനായിട്ടുള്ള ബാബു ദിവാകരനെ കുന്നത്ത നാട്ടിലെ 2020 സ്ഥാനാർത്ഥിയാക്കി NDAയുടെ മുന്നണിയാക്കി ആദ്യമായിട്ട് NDAയുടെ ഒരു സീറ്റ് പ്രഖ്യാപിച്ചത് ബാബു ദിവാകരൻ്റെയാണ്. അത് 2020 കുന്നത്ത നാട്ടിൽ. അതിന് പിന്നാലെ ഓരോ മണ്ഡലങ്ങളിലേക്കും സിനിമാ താരങ്ങളുടെ ഒരു ഒഴുക്കാണുണ്ടായത്. നമുക്കറിയാം 2 സിനിമാ താരങ്ങൾ, ഒന്ന് ലക്ഷ്മിപ്രിയയും മറ്റൊന്ന് വീണ നായരും. ഈ 2 പേർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് വോട്ട് നഷ്ടമായി. അങ്ങനെ സിനിമാ താരങ്ങളെ ഇറക്കി. പിന്നെ അഖിൽ മാരാര് തൃപ്പൂണിത്തറയിലുണ്ട്. അതുപോലെ ആതിര എന്ന് പറയുന്ന യുവതി, ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക, ഏറ്റുമാനൂരുണ്ട്. അതുപോലെ എങ്കിലും സിനിമാ താരങ്ങളുടെ കൂട്ടത്തിൽ വന്നതിൽ അഞ്ജലി നായർ തൃപ്പൂണിത്തറ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിനിമാ താരങ്ങളെ, സെലിബ്രിറ്റികളെ രംഗത്തിറക്കിയ 2020. അപ്പോൾ ഈ 2020യുടെ ഈ പരീക്ഷണം, അതായത് സിനിമാ താരങ്ങളെ ഇറക്കിയുള്ള 2020യുടെ പരീക്ഷണം കേരളത്തിൽ വിജയിക്കുമോ എന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തോട് പ്രതികരിച്ച 75% പേരും പറയുന്നത് അങ്ങനെയുള്ള ഒരു നീക്കം കേരളത്തിൽ വിജയിക്കില്ല. കേരളത്തിൽ സിനിമാ നടന്മാർ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. മുകേഷും ഗണേഷും അതുപോലെ തന്നെ ഇന്നസെൻറ്റും ഒക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സിനിമാ സീരിയൽ താരങ്ങളെ അണിനിരത്തി ഒരു മുന്നണിയും കൊണ്ട് വരിക, ഒരു മുന്നണിയിൽ ഘടകകക്ഷിയായിട്ട് വന്നിട്ടുള്ള 2020യുടെ പരീക്ഷണം പാളിപ്പോകും എന്ന് 75% പേരും പറയുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, അമ്പലപ്പുഴയിൽ CPMുമായി പിണങ്ങി നിൽക്കുന്ന, CPMിൽ നിന്ന് അടർന്നു മാറിയ സുധാകരൻ, മുൻ മന്ത്രിയായിട്ടുള്ള മുതിർന്ന CPM നേതാവായിരുന്ന സുധാകരൻ UDFിനൊപ്പം വന്നു. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇത് UDFിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള ചോദ്യമായിരുന്നു. അതിനാണ്ട് 60% പേരും അഭിപ്രായപ്പെടുന്നു UDFിലേക്ക് അദ്ദേഹത്തിൻ്റെ വരവ്
ഗുണം ചെയ്യും. അദ്ദേഹം അവിടെ വിജയിക്കും. അദ്ദേഹത്തിൻ്റെ ആ വരവ് മുന്നണിയെ ഒന്ന് ശക്തിപ്പെടുത്തും എന്നുള്ള അഭിപ്രായമാണ് 60% പേർക്കും ഉള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിമതർ ഒരു നിർണായക ഘടകമാകുമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഇത് രാഷ്ട്രീയം കൃത്യമായി അറിയാവുന്ന ആൾക്കാരാണ് ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുന്നത്. ആ പ്രതികരണത്തിൽ 40% പേരും പറയുന്നത് അവരൊരു നിർണായക ഘടകമാകും, അവിടെ ഒരു വലിയ മത്സരം തന്നെ നടക്കും, അവിടെ CPMന് വലിയ വെല്ലുവിളി നേരിടും എന്നുള്ള തരത്തിലാണ് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മറുനാടൻ സർവേയുടെ നമ്മൾ 140 മണ്ഡലങ്ങളിലെയും ഫലം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ സർവേക്കൊപ്പം ചേർത്ത അനുബന്ധ ചോദ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ, ആ അനുബന്ധ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിലയിരുത്തലാണ് ഇതിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ഈ 2 ഭാഗമായിട്ട് നടത്തിയ ഈ വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. പിണറായി വിജയനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാക്കി കാണാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം പാർട്ടിക്കാർക്ക് ഇടയിൽ അടക്കം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണണമെന്നുള്ള ആഗ്രഹവുമില്ല. അതേസമയം കോൺഗ്രസിൻ്റെ VD സതീശൻ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ 5 വർഷം പ്രതിപക്ഷത്തെ ശക്തമായി നയിച്ച, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും UDFന് വലിയ വിജയം നേടിക്കൊടുത്തിട്ടുള്ള VD സതീശൻ തന്നെ ആവണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു റെസ്പോൺസ്, ഒരു പൊതുജന വികാരമാണ് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ഈ UDFന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായാൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കമുണ്ടായേക്കാം. എന്നിരുന്നാലും ശരി, കേരളത്തിലെ ജനപ്രിയ നേതാക്കളിൽ മുമ്പൻ VD സതീശനാണ്. ഇതോടുകൂടി നമ്മുടെ ഈ സർവേ ഫലം, അതായത് മറുനാടൻ മലയാളി ഓൺ ഫീൽഡ് സർവേ, ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ ഇറങ്ങി റാൻഡമായി ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ച് ഞങ്ങളെത്തിയ നിഗമനമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത്. ഇത് എത്രമാത്രം ശരിയാകും എന്നുള്ളത് നമുക്ക് മെയ് 4 തന്നെ കാണാം. എന്നിരുന്നാലും ശരി, നേരിട്ടിറങ്ങി ഈ സർവേ നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ, ആ പൊതുജനങ്ങളുടെ ഒരു വികാരം നേരിട്ട് കണ്ട ആളെന്നുള്ള നിലയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക.